ഹായ് ഹലോ. ഇന്ന് നമുക്ക് ഹെയർ ബൺ മേക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഹെയർ ബൺ മേക്കിംഗ്. ഇതിനായിട്ട് നമുക്ക് വേറെ ഒരു ടൂളിൻ്റെയും ആവശ്യമില്ല. ഒരു കത്രിക മാത്രം മതി നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് ഹെയർ ബണ്ണിൻ്റെ മെറ്റീരിയൽ കിട്ടുന്നത്. ഇത് പല കളറിലും പല സൈസിലും പല മോഡലും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ചെയ്തെടുക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഈ കാണുന്ന ഡിസൈന് ഇത് ഉൾവശത്തേക്ക് പോകുന്ന ഇതാണ് നമ്മൾ ഈ പുറമേ കാണുന്നത്. ഇതിൻ്റെ അകവശത്ത് ഇതാ കണ്ടോ, ഇതാണ് പുറത്തോട്ട് നമ്മൾ ബണ്ണ് മേക്ക് ചെയ്തെടുക്കുമ്പോൾ വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് മെറ്റീരിയലൊക്കെ വാങ്ങാൻ കിട്ടുന്നത്. ഞാനിവിടെ കുറച്ച് മെറ്റീരിയൽ കുറച്ച് മോഡൽസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ ഇതുപോലെ എൻ്റെ കയ്യിൽ ബ്ലൂ, ബ്ലാക്ക്, വൈറ്റ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അതുപോലെ പിങ്ക്, പിന്നെ ഗ്രീന്, ഇങ്ങനെ കുറച്ച് കളറൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് മേക്ക് ചെയ്തെടുക്കുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് വേറെ ഒന്നുമില്ല, മേക്ക് ചെയ്യാൻ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്യുന്ന ഒരു പരിപാടി മാത്രമേ നമുക്കുള്ളൂ. അതിനുശേഷം അതൊന്ന് കറക്കി തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വരെ ചെയ്തെടുക്കാൻ പറ്റുന്ന അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ വീട്ടമ്മമാർക്കൊക്കെ ജോലി തിരക്കിനിടയ്ക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് സെക്കൻഡുകൾ മാത്രം ആവശ്യമുള്ളൂ ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് 1 മിനിറ്റിനുള്ളിൽ തന്നെ 50, 60 ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ ആദ്യം ഈ കളറിൽ കാണിച്ചു തരാം. ഇത് നമുക്ക് പ്രത്യേകിച്ച് ഒരു അളവിൻ്റെയും ഒരാവശ്യമൊന്നും വരുന്നില്ല. എന്നാലും ഒരു ഇഞ്ച് 1.5 ഇഞ്ചൊക്കെ വലിപ്പത്തിൽ നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ചെറിയ ബണ്ണായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്ര ചെറുതായിട്ട് കട്ട് ചെയ്തത്. വലിയ ബണ്ണുകളാണെന്നുണ്ടെങ്കിൽ, അതായത് 10 രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്യുന്ന ബണ്ണുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തു, എന്നിട്ട് നേരെ തിരിച്ചു, എന്നിട്ട് ഇതുപോലെ കയ്യിൽ വിരലിൽ ഇതുപോലെ ഇട്ടൊന്ന് കറക്കിയെടുത്തു. അപ്പോൾ നമുക്കൊരു ബണ്ണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ഞാൻ 1-2 കൂടെ ചെയ്ത് കാണിച്ചു തരാം. എന്തെങ്കിലുമുള്ള മോഡൽസുകളൊക്കെ ഒന്ന് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പം സെക്കൻഡുകൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ. അത് 1 സെക്കൻഡ് തന്നെ വേണ്ടി വന്നു എന്നുള്ളത് ഡൗട്ടാണ്. കട്ട് ചെയ്യുക, അപ്പോഴേ കറക്കിയെടുക്കുക. ഈസി ആയിട്ട് ഇത് ചെയ്ത് ശീലമുള്ളവർക്കാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാൻ അടുത്തത് കൂടി കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പം ഞാൻ കട്ട് ചെയ്തതിലുള്ളതിൻ്റെ തന്നെ ഗ്രീനാണ്. ആദ്യം ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണല്ലോ കട്ട് ചെയ്തത്. ഇത് ഗ്രീനിൻ്റെ തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെ കട്ട് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ നേരത്തെ കട്ട് ചെയ്തതുപോലെ കട്ട് ചെയ്തു. എന്നിട്ട് നമ്മളിതുപോലെ വിരലിലെടുത്ത് ഇതൊന്ന് തിരിച്ചിട്ടു. തിരിച്ചിട്ടതിന് ശേഷം ഇതിനെ ഒന്ന് വലിച്ച് ഒന്ന് റൗണ്ട് ചെയ്ത് ഇതേപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കുമ്പം ബണ്ണ് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയും കൂടി ചെയ്ത് കാണിക്കാം. ഇതിപ്പം നമ്മൾ കട്ട് ചെയ്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഗ്രീന്, അതിൻ്റെ തന്നെ ബ്ലൂ ഷെയ്ഡാണേ. ആദ്യം നമ്മൾ കട്ട് ചെയ്തതൊക്കെ ചെറുതായിരുന്നു. ഇപ്പോൾ ഇത് കട്ട് ചെയ്യാൻ പോകുന്ന വലുതാണ്. ഇതിൽ കണ്ടോ ഒരു ലൈൻസ് വരുന്നുണ്ടല്ലോ, അവിടെ വെച്ചിട്ട് വേണം നമുക്ക് കട്ട് ചെയ്യാൻ. കാരണം ഇത് വലുതാണ്, വലിയ ബണ്ണായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് അടയാളം കൊടുത്തിട്ടുണ്ടല്ലോ, അവിടെ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിതുപോലെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഉൾവശം പുറത്തേക്ക് എടുത്തിട്ട് ഒന്ന് കറക്കി കൊടുത്താൽ മാത്രം മതി. ഈ എക്സ്ട്രാ പൊങ്ങി നിൽക്കുന്ന നൂലുകളൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഒന്നുകിൽ ഈ സമയത്ത് കട്ട് ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ ബണ്ണാക്കി കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് മാറ്റിയാലും മതി. ഇപ്പോൾ ഏതാണ്ട് ബണ്ണ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതുപോലെ ഒരുപാടിട്ട് ഉരുട്ടി കഴിഞ്ഞാൽ ഇത് ഏറ്റവും ചെറിയ ബണ്ണ് പോലെ ആയിപ്പോവും. ഉള്ളിലേക്ക് ഒരുപാട് ചുരുണ്ട് പോവും. അപ്പോൾ ഒരു ഏകദേശ രൂപത്തിൽ നമ്മൾ ചുരുട്ടിയെടുത്താൽ മതി. ഇത്രയും തന്നെ ചുരുണ്ട് പോകണ്ട. എങ്ങനെ മതിയെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വിടർത്തിയിട്ട് ഒരു ഷേപ്പിൽ വലിപ്പത്തിലല്ലേ നമ്മൾ കട്ട് ചെയ്തെടുക്കുക, ആ ഒരു രീതിയിൽ ഇതേപോലൊരു ബണ്ണ് റെഡിയാക്കി എടുക്കാം. ഈ ബ്ലാക്ക് ബണ്ണിൻ്റെത് തീരെ ചെറിയ ബണ്ണില്ലേ, അതിൻ്റെതാണ് കേട്ടോ. ഇത് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ തീരെ ചെറിയ ബണ്ണുണ്ടല്ലോ, കുട്ടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുന്നത്, അത്തരത്തിലുള്ള ബണ്ണിൻ്റെതാണ്. അപ്പോൾ ഇതും നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇത് വളരെ ഈസിയാണ്. ഒന്ന് തിരിച്ചിട്ട് ഒന്ന് കറക്കേണ്ട ആവശ്യമുള്ളൂ, അപ്പോഴേക്കും അത് റെഡിയാവും. അതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരെണ്ണം കൂടി ചെയ്തെടുക്കാനുണ്ട്.
അത്യാവശ്യം വലിപ്പമുള്ള ബണ്ണാണത്. ഇതേപോലെ നേരത്തെ നമ്മൾ ചെയ്തില്ലേ അതേപോലെ തന്നെ ഇത് കട്ട് ചെയ്തതിൻ്റെ ഒരടയാളം അതിൽ കാണിച്ചേക്കും. അപ്പോൾ നമ്മൾ ആ ഒരു അടയാളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു സൈസിലുള്ള ബണ്ണായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഞാൻ ഈ അടയാളത്തിലുള്ള ആ ഭാഗം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അറ്റത്തൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇത് ഉള്ളിലേക്ക് പോകുന്നതുകൊണ്ട് അങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഇതേപോലെ തിരിച്ചിട്ടിട്ടൊന്ന് ഇതുപോലെ വലിച്ചു കൊടുത്താൽ മതി. അതെല്ലാം നിങ്ങൾക്ക് കട്ട് ചെയ്ത് ഷേപ്പാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് കണ്ടോ, നമ്മൾ പല സൈസിലുള്ള ബണ്ണ് കട്ട് ചെയ്തെടുത്തു. ഇത് പല ഡിസൈനുകളിലും പല മോഡലും പല സൈസുകളിലൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണോ വേണ്ടിയുള്ളത് അത് കിലോ കണക്കിനൊക്കെ നമുക്ക് ഓൺലൈനായിട്ടും അല്ലാതെയൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ വളരെ ഈസി ആയിട്ട് നമ്മൾ ചെയ്തെടുത്തേ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ മെറ്റീരിയൽ വാങ്ങിച്ച് വെച്ചിട്ട് എല്ലാം ഒന്നിച്ച് തന്നെ കട്ട് ചെയ്ത് വെക്കണമെന്നില്ല. ഇപ്പോൾ ഒരു റോൾ നമ്മൾ ഇതുപോലെ വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യാനുസരണം കട്ട് ചെയ്തെടുത്താൽ മതി. അതാകുമ്പോൾ നമുക്ക് പൊടിയും ഒന്നും ആവാതെ ഇരിക്കുകയും ചെയ്യും. ആവശ്യത്തിന് മാത്രം കട്ട് ചെയ്ത് ഉപയോഗിക്കാം.